എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന വീഡിയോയിലെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചിമ്മിനി ഡാമിലാണ്. ചിമ്മിനി ഡാമിൽ അപ്പോൾ ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് എത്തിയതാണ്. അപ്പോൾ അതേ ഒരു ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ബാക്കി ഷട്ടറുകൾ അവർ ഓപ്പൺ ചെയ്യും, പതുക്കെ ഓപ്പൺ ചെയ്യുമായിരിക്കും. 11 മണി നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. അപ്പോഴത്തേനും അവർ ഒരെണ്ണം ഷട്ടർ ഓപ്പൺ ആക്കിയായിരുന്നു. അപ്പോൾ ഇവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴിയാണ് കേട്ടോ. ഒരു എച്ചിപ്പാറ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്, നന്നായിട്ട് പണിതിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും റബ്ബർ പ്ലാന്റേഷനാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴിയാണ്. പിന്നെ നമുക്കിവിടേക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ് ഒരാൾക്ക്, ബൈക്കിനാണെങ്കിൽ 50 രൂപ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജുകളുണ്ട്. രണ്ടാമത്തെ ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി 3, 4 ഇപ്പോൾ ഓപ്പൺ ആക്കും. അപ്പോൾ അവരവിടെ മുകളിൽ നിന്നിട്ട് ഓപ്പൺ ആക്കുന്നത് കാണാം നമുക്ക്. മൂന്നാമത്തെ ഷട്ടർ പതുക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. പതുക്കെ വെള്ളം വരാൻ തുടങ്ങി. വഴിക്ക് ഡാം ഒരെണ്ണം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ വീഡിയോ എടുത്തതാണ്. നമുക്ക് എന്തായാലും താഴേക്ക് പോയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി പോയിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഇവിടെ നമ്മൾ ഡാം സൈറ്റിൽ വന്നാലേ ഇവിടെ KSEBയുടെ ഒരു ഓഫീസ് കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള വ്യൂ കിട്ടുന്നുണ്ടോ. നമ്മൾ വന്ന വഴിക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ എത്തിയ സ്ഥലത്ത് തന്നെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ഈ പാലത്തുമ്മക്കോടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താം. അപ്പോൾ ഡാം സൈറ്റിൻ്റെ അവിടേക്ക് വന്നിട്ട് KSEB ഓഫീസിൻ്റെ അവിടേക്ക് വന്നാൽ മതി. അപ്പോൾ KSEBയുടെ ഒരു വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നൊരു സ്ഥലമായിരിക്കും ആ കാണുന്നത്. ബാക്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണലുണ്ട് കേട്ടോ, മരങ്ങളുടെ തണലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ തന്നെ ക്ലീനിങ് ഒക്കെ കുറച്ച് കുറവാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെയൊക്കെ നിറച്ച് പൂപ്പായൽ പിടിച്ച് ഈ മരങ്ങളിലൊക്കെ ഇലകളൊക്കെ വീണ് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഇവിടെ അങ്ങനെ ഒരു വെള്ളം ഈ സൈഡിൽ കൂടെ അങ്ങനെ ഒഴുകി വരുന്ന കാണാം. അത് വൈദ്യുതി ജനറേറ്റ് ചെയ്യണതായിരിക്കാം. പിന്നെ അപ്പുറത്ത് ഡാം ഓൾറെഡി തുറന്നു. നമ്മൾ വീഡിയോ മുന്നിൽ കണ്ടല്ലോ, ഡാം തുറക്കുന്ന വീഡിയോ. ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം.
ഊഞ്ഞാൽ കണ്ടപ്പോൾ നമ്മളൊന്ന് ഇരിക്കാന്ന് വെച്ച് വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇല വീണ് എടുക്കുന്നുണ്ട്, വെള്ളമുണ്ട്. ഞാൻ കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇരിപ്പിടായതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് വെസ്റ്റ് ഊഞ്ഞാലാടാനും ഇവിടെയുള്ള വന്നിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. നല്ല വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്. ഞാൻ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ പോയിൻ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഡാമിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആളുകൾ നടക്കണ കാണാം കേട്ടോ. വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കുറേ പേര്. ഇവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ പാലത്തുമ്പോൾ കുറച്ച് പേരുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഡാം തുറക്കുന്നത് അറിഞ്ഞ് വന്നവരാണ് കേട്ടോ. പിന്നെ കപ്പിൾ സ്പോട്ടുണ്ട് സ്വാഭാവികമായിട്ടും. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു ഇതുകളുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ പൂപ്പാലൊരു ചേലയൊക്കെ പിടിച്ച് വൃത്തികേടാക്കി എടുക്കുകയാണ്. ക്ലീനിങ് ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അവിടെ ഒരു 3 ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് കയറി വരാൻ വേണ്ടി പടിയുണ്ട്. പിന്നെ അവിടെ 1 × 2.5 മെഗാവാട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. KSEBിയുടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അങ്ങനെ വെള്ളം വീഴുന്ന കാണാം. ഇത് കറണ്ട് ജനറേറ്റ് ചെയ്തിട്ട് വരുന്ന ബാക്കി വെള്ളമായിരിക്കാം. അത് ഈ വഴിക്കാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പോകാനാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അധികം ഓപ്പൺ ആക്കിയിട്ടില്ല, ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഡാം. വെള്ളത്തിൻ്റെ ആ ഒരു റിസർവോയർ എന്തോരം വെള്ളമുണ്ട് എന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അവരത് ഓപ്പൺ ചെയ്ത് വിടുന്നത്. ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ. നമ്മളിവിടെ എർത്ത് ഡാം കാണാൻ വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഈ റോട്ടിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അവിടെ വയ്ക്കാം. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡാമിലേക്കുള്ള വഴി, എർത്ത് ഡാം. പിന്നെ ഇതിലൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലീനിങ് ചേച്ചിമാരെന്തോ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആരൊക്കെ താമസമുണ്ട്, ഓഫീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഔഷധോദ്യാനം, നക്ഷത്രവനം, ശലഭോദ്യാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ഡാം കാണാൻ പോവാം, എന്നിട്ട് വരാം. ഡാമിൻ്റെ ഈ സൈഡിലായിട്ടൊരു എക്കോ ഷോപ്പ്, കഫറ്റീരിയ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൊട്ടവഞ്ചി സർവീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഡാമിൻ്റെ അവിടെ അങ്ങോട്ട് പോയി നോക്കാം ആദ്യം. വാഴാനി ഡാമിൽ കണ്ട പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം വർക്ക് വന്നിട്ടുള്ളത്. ഇവിടെ റിസർവോയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേ കരിങ്കല്ലിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി മണ്ണാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളതാണ്. എർത്ത് ഡാം എന്നാണ് പറയുന്നത്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡാമായിരിക്കും. സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് കരിങ്കല്ല് വെച്ചിട്ട് കുറച്ചും കൂടെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പിന്നെ മണ്ണ് തന്നെയാണ് കാണുന്നത്. ഡാമിൻ്റെ മുകളിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് കെയർഫുള്ളായി നടക്കണം. കാരണം ആകെ ചെളി പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചെളിയാവും. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം. പിന്നെ ആ ഭാഗത്തായിട്ടാണ് ഡാം വരുന്നത് കേട്ടോ. അതിൻ്റെ ഷട്ടർ വരുന്നത്. റിസർവോയർ ഇവിടെ, ഷട്ടർ അവിടെയാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് വരെ എത്തേണ്ടതുണ്ട്. പക്ഷെ പോകുന്ന വഴിയൊക്കെ നിറയെ ചെളിയാണ്. നമ്മൾ ചെളിയില്ലാത്ത സ്ഥലം നോക്കി നടന്ന് വേണം പോവാൻ. ഇതാണ് ഡാമിൻ്റെ ഷട്ടർ, അങ്ങോട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുള്ളൂ. ഇതാണ് റിസർവോയർ. പിന്നെ അതിൻ്റെ ഷട്ടർ അവിടെയാണ് വരുന്നത്. പിന്നെ ഇതിലൂടെ വഴിയുണ്ട്. ഇതിലൂടെ വഴി അവിടെ തുറക്കാനുള്ള ആ ഏരിയ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ. പിന്നെ ഇതിലൂടെയൊക്കെ ആളുകൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിവിടെ ഒരു ഡാമിൻ്റെ സേഫ്റ്റിയിലെ ആൾക്കാരുടെയൊക്കെ ഒരു ചെറിയ ഓഫീസും താമസ സ്ഥലമൊക്കെ ഉണ്ട്. ഇതിലൂടെ ആളുകൾ വരുന്നത് കാണാം. ഇവിടെ ഔഷധവനത്തിൽ ഇവിടെ ഔഷധ സസ്യങ്ങളുണ്ട്. പല ടൈപ്പ് മരങ്ങളൊക്കെ ഇവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിനും. പാണൽ, ഒരു മരത്തിൻ്റെ പേര് പാണൽ, കുടകപ്പാല, കണിക്കൊന്ന അങ്ങനെ ഈ വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ.
ഔഷധ സസ്യങ്ങളുടെ ഏരിയ ആണിത്. പിന്നെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ അധികം പേരൊന്നും കാണുന്നില്ല. നമുക്കെന്തായാലും തിരിച്ചു പോവാം. ചിമ്മിനി ഡാം കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. ഒന്നാമത്തെ കാരണം ഇവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് നമ്മൾ പോരണം, മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് പോരണം. നല്ല റോഡൊക്കെയാണ് വരുന്നതൊക്കെ, നല്ല രസമുള്ള റോഡുകളാണ്, നല്ല ക്ലൈമറ്റൊക്കെയാണ്, വരുന്ന യാത്രയൊക്കെ രസമാണ്. പക്ഷേ കുറച്ച് ദൂരം ഇങ്ങോട്ട് പോരേണ്ടത് കൊണ്ടാണ്. വാഴാനി ഡാമിൻ്റെ അത്രയൊന്നും തിരക്കുകൾ ചിമ്മിനി ഡാമിൽ അങ്ങനെ കണ്ടില്ല. പിന്നെ ചിമ്മിനി ഡാമിലൊരു ആക്ടിവിറ്റി നമ്മളവിടെ കണ്ടത് ഒരു കൊട്ടവഞ്ചിയുടേതാണ്. അത് ഒരാൾക്ക് 100 രൂപ എന്നാണ് ഞാൻ മറ്റ് വീഡിയോ എന്നൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. നമ്മളെന്തായാലും അതിൽ കയറുന്നില്ല. പിന്നെ വരുന്ന റോഡുകളൊക്കെ നല്ല റോഡുകളായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറ മറ്റേ ഗോപ്രോൻ്റെ മറ്റേ ക്യാമറ അതുപോലെ തന്നെ ഗിംബലൊക്കെ നാശമായതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയൊരു സാധനം അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ നല്ല റോഡാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.